മഴയല്ലേ? അങ്ങനെ ഇന്നും അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ഒന്നോനോട് പറഞ്ഞു തിരക്കിലേക്ക് സ്വാഗതം പറയുന്നത്. പുതിയ പാന്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം ഇപ്പൊ 2 ദിവസമായിട്ട് എല്ലാവർക്കും അറിയണ്ടാവും നമ്മൾക്ക് തിരക്കായി. നമ്മള് പുതിയ തുടങ്ങിയല്ലേ. നമുക്ക് എന്താ വെച്ചാല് അങ്ങനെ ഈ ഓൺലൈനായിട്ട് നമുക്ക് ഒരു ഐഡിയ ഇട്ടില്ലല്ലോ. അപ്പൊ ഭയങ്കര ടെൻഷനും ഉണ്ട്. ആൾക്കാരെ കയ്യിൽ സാധനങ്ങൾ എത്തിക്കിട്ടിയാൽ നമുക്ക് സമാധാനമുള്ളൂ. ഇനി കൊറിയറൊക്കെ അല്ലേ അയക്കാതെ സുഖമായിട്ടാണ് പോണത്. കാരണം എല്ലാരും വിളിക്കും. ഫസ്റ്റത്തെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഓരോ കയ്യിൽ എത്തിപ്പെട്ടിട്ട് നമുക്ക് വിളി വരണം. എന്റെ കളറും കോട്ടും തിരുമ്പിയ കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ സമാധാനം വരുള്ളൂ. കാരണം നമ്മള് പുറത്തുനിന്ന് സാധനം എടുക്കണല്ലേ. കാരണം ആദ്യം നിർത്തപ്പോ കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പത്തെ എങ്ങനെ അറിയാം തുണിയല്ലേ, അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും കണ്ടാലും അറിയും. എന്നാലും കുഴപ്പമില്ല. ക്വാളിറ്റിയുള്ള നമ്മൾ എടുത്തുള്ളത്. അപ്പൊ ഇന്നും ഇന്നലെയൊക്കെ അതിന്റെ ഇങ്ങനെ പുറകെയായിരുന്നു. സാധനങ്ങൾ ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കലും പിന്നെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ലൈവായിട്ട് നേരിട്ട് എല്ലാവർക്കും നിർത്തി കാണിച്ചു കൊടുക്കലാണ്. വാട്സാപ്പിലേക്ക് എപ്പോഴും ഭയങ്കര തിരക്കാണ്. പിന്നെ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഇനി ഇങ്ങനെ ഒരു പ്രാക്ടീസ് ആയി വന്നാല് പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇപ്പം അതിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ട് നമ്മളെ വിശേഷം വലിയൊരു വിശേഷമൊന്നും അല്ല. അതേപോലെ അടുക്കളയ്ക്കൊന്നും കയറിയിട്ടുള്ള പാചകം കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വെറും ഈ ചെറുതായിട്ട് നമ്മളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം നമ്മള് ഇൻട്രോ പറഞ്ഞത് കുറച്ച് നേരം വൈകിട്ടാക്കി. നല്ല ഇടിയൊക്കെ വരുന്നുണ്ട്. രാത്രി നല്ല മഴ ഉണ്ടാകും തോന്നുന്നു. അതൊന്ന് ചെറിയ വിശേഷം കേട്ടെ നമുക്ക് എടുത്ത് ഒന്ന് കണ്ടുവരാം. നല്ല മഴയല്ലേ അമ്മ? അമ്മക്ക് ഭയങ്കര ബിസി ആട്ടോ അമ്മ. അമ്മ ഭയങ്കര ബിസിയാണ്. നല്ല മഴ. അപ്പൊ നല്ല മഴ നമ്മുടെ നാട്ടിൽ കൂടെ ഫോൺ കോള്. നമ്മള് മാക്സി കച്ചവടത്തിലാട്ടോ ഓൺലൈനായിട്ട്. നിങ്ങൾ രണ്ടാളും പറവരല്ലേ? ഒന്നുകൂടി ഇതൊന്ന് ചെറിയൊരു ചേഞ്ച് ഇട്ടാ. അപ്പൊ ആരെ സംസാരിക്കാൻ പറ്റും? ഞാൻ കുറച്ചായിട്ട് വരാം അമ്മ. എനിക്കൊന്ന് നോക്കി. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് ഇതാക്കട്ടെ. നല്ല മഴയുണ്ട്. എന്റെ ഗ്യാപ്പിൽ നമ്മളൊന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ കച്ചവടം ചെയ്തപ്പോ എങ്ങനെയാ വെച്ചാല് ആൾക്കാർ വാട്സാപ്പില് നമുക്ക് വീഡിയോ കോൾ ചെയ്യണം. എന്നിട്ട് നമ്മള് കാണിക്കണം അല്ലേ? അപ്പൊ ഇതൊന്ന് കാണിച്ചിട്ട് വരാം. നമ്മള് ഇതുവരെ ഭയങ്കര തിരക്കുന്നു. കോള് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് കുറെ ആൾക്കാർ ബ്ലൂ ആ ചോദിക്കുന്നുണ്ട്. നൈറ്റിന്റെ കളറ്. നമ്മളിപ്പോ ഈ വിഷു അടുപ്പിച്ച് പിന്നെ ഈ പെരുന്നാളൊക്കെ ആയിട്ട് അത് നമ്മളെ ചെറിയ കച്ചവടങ്ങൾ അങ്ങനെ ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ മേടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മേന്റെ ഫോൺ വിളിപ്പോഴും നിന്നിട്ടില്ല. കുട്ടിയമ്മേന്റെ അമ്മ വിളിക്കാലോ. ഇന്ന് വലിയ വിശേഷമല്ല, ചെറിയ വിശേഷമാണ്. ഇപ്പൊ എനിക്കുണ്ട് ശരിക്കല്ലേ. നാളെ നമുക്കൊരു സ്ഥലത്ത് പോവാണ്ട്. സ്വയിപ്പാവുമെന്ന് അറിയില്ല. എന്തായാലും പോയാലേ പറ്റുള്ളൂ അല്ലേ? 4 മണി ചായ. കുറേ ആള് വിളിച്ച് ഒന്ന് കുറച്ചും കൂടി ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം ഫ്രോക്കാണ്, ഫ്രോക്ക് നൈറ്റി. അപ്പോൾ എല്ലാവർക്കും ഡാർക്ക് കളറിനോട് ഇഷ്ടം. മെറൂണും ബ്ലൂ. അത് എന്താ വെച്ചാൽ ആരെങ്കിലും ഒരാൾ കിട്ടിയാല് ഞങ്ങൾ തിരുമ്പി നോക്കിയിട്ടില്ല. കളർ പോകണ്ടേ ഞങ്ങൾ പറയും. കാരണം ഞാൻ ഫസ്റ്റ് നിർത്ത കട തന്നെ നമ്മൾ എടുക്കണത്. ഇതുവരെയായിട്ടും പോയിട്ടില്ല. ചില പീസൊക്കെ പിന്നെ എന്താ അറിയോ അതിന്റെ ബ്ലൂ കളർ നോക്കാൻ അറിയില്ല. പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുത്തത്. പിന്നെ ഇതിന്റെ ഈ സാധനത്തിന്റെ കുറഞ്ഞ വിലയിൽ കിട്ടുന്നുണ്ട്. അതിന്റെ മുന്തിയത് കിട്ടുന്നുണ്ട്. മുന്തിയത് പറഞ്ഞാല് 400-450 റേഞ്ചിലുള്ള 490 റേഞ്ചിലുള്ള മാക്സിന്റെ. പക്ഷെ അന്ന് പാടുന്ന മേടിക്കുന്നു തോന്നുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്.
അപ്പോൾ തിരുമ്പിയിൽ അതിന്റെ കളറൊക്കെ പോയിണ്ടെന്ന് കമന്റ് ചെയ്യില്ലേ. നമ്മളെ വാട്സാപ്പിൽ പറയും ഇല്ലാത്തതാണ് നമ്മള് മുമ്പേ എടുത്ത കാരണം ഒക്കെ ദൂരത്തേക്കാണ് നമ്മത് പോണത്. അടുത്തായിട്ട് നമ്മള് പഴയ പോലെ വീടിന്റെ അടുത്ത് കൂടെ കച്ചവടം ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ കൊണ്ടിറങ്ങണം. നേരത്തെ മഴ ഇടിയൊക്കെ ഉണ്ടായില്ലേ, അപ്പൊ അതാവും. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എല്ലാം മഴ ഇടിയൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ അടുത്തുള്ള റെഡിനെ ഓറഞ്ചിനെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സാധനം നമ്മുടെ അടുത്തുണ്ട്. അത് കാണിച്ചാ റെഡിന്റെ കൊറേ കളക്ഷൻ പറഞ്ഞാല് ഞാൻ ഇട്ട കളറും അതിലേക്ക് എല്ലാരും ചോദിച്ചതായിരുന്നു. ഞാൻ ഇടണത് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കാരണം റെഡ് കുറച്ച് കൂടുതൽ എടുത്തിരുന്നു കേട്ടോ. അപ്പൊ കൊറേ ഒക്കെ പോയിട്ടുണ്ട്. ഇനിയുള്ള നമുക്ക് വെറൈറ്റി കാണിക്കാം. നമ്മളെ അങ്കലവാടിന്റെ വാർപ്പ് കഴിഞ്ഞിട്ടോ. അറിയാത്തവർക്കൊക്കെ നമ്മളാണ് കുറ്റിയടിച്ചത് അല്ലേ. ഇതാണ് റെഡ് കേട്ടോ. ഇത് നമ്മള് മുന്നേ കാണിച്ചിരുന്നു, അത്ര ലെങ്ത് ഇല്ലാത്തതായിരുന്നു. പക്ഷെ ഇന്ന് വന്നത് ലെങ്ത് കുറച്ച് ഉള്ളതാണ്, കൂടുതലുള്ളതാണ് കേട്ടോ. നോക്കിയ ആൾക്കാർ ചെറുതല്ലേ, ഞാൻ ചെറുതാ. ഇനി മറ്റേ എടുക്ക. പിന്നെ സാധാ മാക്സിന്റെ അത്ര ഇല്ലേനു, അതിലൊരു ഇടത്തരം വന്നേ. അറിയാ നോക്കേ ടൗസർ കാണല്ലേ, ടൗസർ കാണും. അതൊന്നും കൂടി കേട്ട ഇപ്പൊ നമ്മളെ ഫ്രണ്ടാണ് കാണിച്ചിട്ടാണ്. ആ കാലത്തിലാണ് നീച്ചി പെട്ടില്ലാന്ന് പറയണം. മുബാറക്ക്. അപ്പൊ ഇതിലുള്ളതാണ്. ഇതൊരു കോട്ടൺ ആണല്ലേ. ഇത് അജ്രക്കല്ല. എനിക്ക് തുണി കണ്ടിട്ട് ചുരുങ്ങത് ഇല്ലല്ലേ. അതേത് തുണിയും ഒരു വട്ടം നമ്മള് വെള്ളത്തിൽ മുക്കിയാല് കുറച്ചൊന്ന്. പിന്നെ 450 അങ്ങനത്തെ എടുത്താൽ പിന്നെ തോന്നുന്നുണ്ട്, എന്നാലും ഒന്നും ഇതാവൂലേ. പിന്നെ നമ്മള് ഷേപ്പ് ആക്കുമ്പോ എന്തായാലും കറക്റ്റ് നമ്മളെ ശരീരത്തിന് ചേർന്ന് ഷേപ്പ് ആക്കരുത്. കുറച്ചൊന്ന് ലൂസ് ഇട്ടിട്ട് തന്നെ ഉള്ളു ആക്കുക. പിന്നെ ഇതിന് വള്ളി ഉണ്ട്, പിന്നെ അപ്പുറം പിടിച്ച് കെട്ടാന്. ഞങ്ങളെ പ്രാർത്ഥന. കാരണം നമ്മള് വാഷ് ചെയ്തിട്ടൊന്നുമില്ല. തുണിയല്ലേ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഇതുവരെ പോയിട്ട് നമുക്ക് ഇതുവരെയായിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇനി അടുത്ത് കാണിച്ചെന്നാ ചോപ്പിലാണ്ട് അപ്പൊ കൂടുതൽ ചോപ്പിനെ ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്യും. ഇങ്ങോട്ടോ ഇവിടുന്ന് കാണുന്നത്. അപ്പൊ എടുത്തു കൊടുത്താ ഇങ്ങോട്ട് എടുത്തു കൊടുക്കും. എല്ലാം ചുമപ്പ്. ചുമപ്പില്ലേ. അപ്പൊ നാളെ കമന്റ് ചെയ്തോണ്ട് എപ്പോഴും സാധനം പോകും. അത് റെഡാണ്. നല്ല ഇടി വെട്ടുണ്ട്, വേഗം നോക്കാം. ഒന്നാമത് ശരിക്കും വിശേഷം ഇടാൻ നമുക്ക് ഭയങ്കര തലവേദനയൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മള് പനി തലവേദന ഒക്കെ ഉണ്ട് എല്ലാവർക്കും. ഡ്രസ്സിന്റെ ഇതാ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുമ്മ നമ്മള് പ്രിന്റ് വന്ന് ഇതന്നെ ഉണ്ട് കേട്ടോ. ഒറിജിനൽ എഴുതിയിട്ടുണ്ട്, അസ്രാക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതും വരില്ലാന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഇടയിൽ നമുക്ക് കോട്ടന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മറ്റെടുത്ത് കൊടുക്ക്. ഒന്ന് പരസ്യമായിക്കോട്ടല്ലേ നമ്മളെ വിശേഷം പരസ്യം. ഫുള്ള് പറഞ്ഞത് ഭയങ്കര നേക്കട്ട കാണാൻ അല്ലേ. നല്ല നേക്കത കാണാൻ. ഇത്ര ലെങ്ത് ഉണ്ടാവും അല്ലേ കറക്റ്റ്. ഇതിന് വേറെ ഓറഞ്ച് ഒക്കെ ഫുള്ള്. ഇത് പിന്നെ അജ്രക്കിന്റെ നൈറ്റിയാണ്. അജ്രക്കൻ നൈറ്റ് അത് മറ്റാളും കാണിച്ചു കൊടുത്തില്ലല്ലോ. അജ്രക്കൻ നൈറ്റ് ഇത്ര ലെങ്ത് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഇത്ര നമ്മളെ കയ്യിലുള്ള മാക്സി, പിന്നെ കുറച്ച് സാധാ മാക്സി ഉണ്ട് ഇല്ലേ. അപ്പൊ ചുരിദാർ ടോപ്പോ ചുരിദാറോ വേണ്ടവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യ. നമ്മള് കുറച്ചൊക്കെ നമ്മളെടുത്ത് കൊണ്ടുവന്ന് വെക്കാം അല്ലേ വേണ്ടവർക്ക്. ഈ വിഷു പെരുന്നാള് ഒക്കെ അല്ലേ വരുന്നേ. മഴയുണ്ടോ? നമ്മളെ ഫ്രണ്ടുകളെ പരിചയപ്പെട്ട നമുക്ക് ഫ്രണ്ടുകളെ പരിചയപ്പെടണ്ടേ. ഫ്രണ്ടുകളെ പരിചയപ്പെട്ടില്ലേ നമ്മള് ഇത്രയും ഉണ്ടായിട്ട് അന്നെ നോമ്പായിട്ടേ. നോമ്പല്ല, അപ്പൊ വെറുതെ ഒരു സുന്നത്തെടുത്തു. എല്ലാരും കണ്ടിട്ടുണ്ടാവും. റിയ വണ്ടി കച്ചവടക്കാരനാവേ എല്ലാം നമ്മളെ നാട്ടില് മൊത്തം
ഇത് നമ്മളെ മെമ്പർ ഹസ്ബൻഡ്, നമ്മളെ ക്ലാസ്മേറ്റ്. ഇതും ക്ലാസ്മേറ്റ്. മുബാറക്ക് ഹായ് അറിയാം. അപ്പൊ ഓല് ബാലവാടി സന്ദർശിക്കാൻ വന്നിട്ട് നമുക്ക് വാർപ്പ് കഴിഞ്ഞാൽ മഴയാണ്. അപ്പൊ അടിപൊളിയല്ലേ? അടിപൊളിയാ. വാർപ്പ് കാണാൻ വന്നാണ്. ഐശ്വര്യത്തിന് മഴയും കിട്ടി. ഫ്രണ്ടിലൊക്കെ പോയി. നമ്മളെ ചെടിയൊക്കെ എന്തായി? ചെടിയൊക്കെ എന്തായി അമ്മ? നനക്കണ്ടല്ലോ ഒന്ന്. നാളെ ഇന്നിപ്പോ ഒന്ന് പറഞ്ഞു നാളെ നനയ്ക്കാം. മഴ പെയ്താ നനയ്ക്കണ്ട. മഴ ഇറങ്ങണ്ടമ്മ. നമ്മള് ചെടി നനയ്ക്കാൻ നമ്മളതൊക്കെ പോയിട്ടോ. നമ്മള് ചെടി ഇതൊക്കെ വാടിട്ട് ഉഷാറിലൊന്നല്ലേ കരിഞ്ഞു പോയി. ഇവിടെയൊക്കെ നമ്മൾ കുറേ വെച്ചോലെ കുടിക്കലപ്പോ ഒക്കെ എടുത്തിട്ടു. കുടുക്കൽ കഴിഞ്ഞിട്ട് ചെടിമൊക്കെ ഒന്ന് നോക്കിയിട്ടെന്നല്ല ഞാൻ. ഇത് ഒരാള് കമന്റ് ഇട്ടാണല്ലേ നമ്മളെ പൂള. പൂള നമ്മള് തല ആകെ പൂളേന്റെ കൃഷിയൊന്നും ഇല്ല. ആകെ 2 എണ്ണം കുത്തിയിട്ടുള്ളൂ. അതൊന്ന് തല കുത്തനായി. അതിപ്പോ അത് നമ്മള് മാറ്റി കുഴിച്ചിട്ടു. ഇപ്പൊ നമ്മള് ഷോർട്ട് ഫീൽ ഇട്ടപ്പോ ഒരാൾ പറഞ്ഞ തല കുത്തനെയാണ്. അപ്പൊ നമുക്ക് വേണ്ട സന്തോഷമായില്ല പറഞ്ഞപ്പോ പിറ്റേ തന്നെ നമ്മള് അത് നോക്കിയിട്ടാണ്. അപ്പൊ നമ്മള് അത് മാറ്റി കുത്തി. അപ്പൊ ആൾക്ക് വളരെ താങ്ക്സ് ഉണ്ട്. നമ്മള് ശ്രദ്ധിച്ചില്ല. സന്ധ്യച്ചി തന്നു. അത് അതേപോലെ തന്നെ ഞങ്ങളോട് വെച്ചും ചെയ്തു. പക്ഷെ അത് കുത്തനെയാണോ നേരെയാണോ എന്ന് നോക്കാനൊന്നും നിന്നില്ല. കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ച. പിന്നെ നേർക്കാക്കി. ഇപ്പൊ തെഴു വന്നിട്ട് എന്തായാലും സംഭവം. നോക്കിയോ ഭാവി ഭാവി ഹായ് ഹായ് പറ. കുട്ടികളെ കളിക്കട്ടോ കളിക്കണേ. ഇപ്പൊ ഇനി മഴ നല്ലോണം വരുന്നുണ്ട്. ഇടിയൊട്ടുണ്ട്. മഴ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. ഓരോ തട്ടിക്കൂട്ടി വിശേഷമായിട്ടൊന്നും. ഇപ്പൊ നാളെ തൊട്ട് ഇറങ്ങുകയാണ് നമ്മളിപ്പോ. ഒന്നാമത് കച്ചവടമായിട്ട് മാക്സിൻ്റെ ദിവസം തുടങ്ങിയപ്പോ നമുക്ക് ഫുൾ ടൈം ഫോണിലാണ് നമ്മള്. പറഞ്ഞു കൊടുക്കും ഷിജയ്ക്ക് ഒന്നും പറയാൻ കിട്ടില്ല. അതന്നെ തിരക്കാണ് അല്ലേ അമ്മ? അമ്മ ഞങ്ങൾക്കാണ് ഉണ്ടാക്ക തിരക്ക്. അമ്മ അതിന്റെ ഇടയില് അമ്മയ്ക്കും തിരക്ക്. അമ്മ പാട്ടടിക്കേ. ഇന്നിപ്പോ ഒന്നും വിശ്വാസത്തിലല്ലേ നമുക്ക്. ഒരു പാട്ട് പാടിയാണ്ട് എന്തെങ്കിലും പാട്ടില്ല. ഒന്ന് ആലോചിക്കട്ടോ. ഇപ്പൊ ഞങ്ങള് വരാം. കേട്ടോ ആരും കിട്ടില്ല. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണി തുമ്പിയും അവൾ പെറ്റ മക്കൾ വാ വാ വാ. അമ്മേന്റെ പാട്ടും മഴ കേട്ടോ. മഴയും പെയ്യുണ്ട്. കാണുകയല്ല പോകേണ്ട പെയ്യുന്നത് ചാറിനുള്ളല്ലേ. അപ്പൊ നല്ല അത്യാവശ്യം നല്ലൊരു മഴ പെയ്ത് പോയിട്ട് നല്ല മഴ പെയ്ത ഞാൻ പെയ്യും തോന്നുന്നുണ്ട്. ശരിക്ക് മാനം കറുത്തിരിക്കുന്നുണ്ട്. മഴ പെയ്യട്ടെ. അപ്പൊ നാളെ നമ്മള് എടക്കര എന്താ പറയാ മാമാങ്കര നായിക്കമ്പുളി എന്ന സ്ഥലത്തുണ്ട്. എടക്കര കുറച്ചു നേരം നമുക്ക് നമ്മളെ കുറച്ച് താത്താരുണ്ട്. വരെ വീട്ടിൽ പോവാണ്ട് അല്ലേ. നമ്മളോട് കുറച്ച് മാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടോല്. അത് കൊണ്ട് പോണാക്കിയാൽ തന്നെയാണ്. ഇപ്പൊ നമ്മള് കൂടുതൽ ഒന്നും പറയണില്ല. ഇന്നത്തെ വിശേഷം ഒരു തട്ടിക്കൂട്ട് വിശേഷമായിട്ട് പോട്ടെ അല്ലേ. അങ്ങനെ പോട്ടെ അല്ലേ. അപ്പൊ എല്ലാവർക്കും ബൈ.